നമസ്തേ. ഇന്നു ഞാൻ ഇവിടെ ശ്രീ മുരുകസ്വാമിയുടെ പ്രധാനപ്പെട്ട 7 നാമങ്ങളും അവ ഉച്ചരിച്ചാൽ ലഭിക്കുന്ന സിദ്ധിയെക്കുറിച്ച് പറയുകയാണ്. ഒന്നാമതായി ശ്രീ മുരുക എന്ന നാമത്താൽ ബാലസുബ്രഹ്മണ്യനെ നാം ഭജിക്കുകയാണെങ്കിൽ അഴകും സൗന്ദര്യവും വർദ്ധിക്കുന്നതാണ്. രണ്ടാമതായി കാർത്തികേയ എന്നുള്ള നാമത്താൽ നാം ബാലസുബ്രഹ്മണ്യനെ വണങ്ങുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വിട്ടുമാറുന്നതാണ്. മൂന്നാമതായി വേലായുധ എന്നുള്ള നാമത്താൽ ശ്രീ മുരുകസ്വാമിയെ നാം വണങ്ങുകയാണെങ്കിൽ ശത്രുതാബാധയെല്ലാം മാറി നമുക്ക് നന്നായിട്ട് ജീവിക്കാനാകും. 4. സ്വാമിനാഥൻ എന്ന നാമത്താൽ നാം ഭഗവാനെ വണങ്ങുകയാണെങ്കിൽ ബുദ്ധിയും പ്രതിഭയും വർദ്ധിക്കുന്നതാണ്. 5. ആറുമുഖൻ എന്ന നാമം ഉച്ചരിച്ചാൽ ലോക നന്മയാണ് ഗുണമായിട്ട് വരുന്നത്. അപ്പോൾ ലോക നന്മ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആറുമുഖ എന്നുള്ള നാമത്താൽ ഭഗവാനെ വണങ്ങണം. അടുത്ത് 6. വള്ളി കല്യാണസുന്ദരൻ. മംഗല്യ സൗഭാഗ്യം ലഭിക്കുന്നതിന് വള്ളി കല്യാണസുന്ദരൻ എന്ന നാമത്താൽ ഭഗവാനെ നാം വണങ്ങണം. അവസാനമായി കുമാര എന്നുള്ള നാമത്താൽ ശ്രീ ഭഗവാനെ നാം വണങ്ങുകയാണെങ്കിൽ സാമ്പത്തിക ക്ലേശങ്ങളെല്ലാം വിട്ടുമാറി നമുക്ക് സമ്പദ് പ്രാപ്തി ലഭിക്കുന്നതാണ്. മക്കളുടെ സൗഭാഗ്യത്തിന് നാം ഏവരും അല്ലെങ്കിൽ അമ്മമാർ ഏറ്റവും കൂടുതൽ വണങ്ങേണ്ടുന്ന ഈശ്വരനെന്ന് പറയുന്നത് ശ്രീ മുരുകനാണ്. മക്കളുടെ ഉയർച്ചകളും അതായത് ഭാവി ഭാസുരതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഭഗവാനെ വണങ്ങണം. ഏവർക്കും നന്മ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.